ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് പ്രവേശിച്ചതോടെ അടിമുടി മാറിക്കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളത്തിന്റെ 6ാം സീസണിൽ 6 വൈൽഡ് കാർഡുകൾ എൻട്രിയാണ് നടന്നിരിക്കുന്നത്. പുതിയ മത്സരാർത്ഥികൾ ഹൗസിൽ എത്തിയതോടെ ഹൗസും ഒപ്പം മത്സരാർത്ഥികളും പ്രേക്ഷകരും ഉണർന്നു. ഇതുവരെ ഒരു തണുപ്പൻ രീതിയിലായിരുന്നു ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വൈൽഡ് കാർഡുകൾ ഹൗസിൽ പ്രവേശിച്ചതോടെ പലരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീണു. പുറത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് വൈൽഡ് കാർഡുകളിലൂടെ മത്സരാർത്ഥികൾക്ക് ഏകദേശം പിടികിട്ടിക്കഴിഞ്ഞു. ഹൗസിൽ കയറിയ 6 വൈൽഡ് കാർഡുകളിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു വൈൽഡ് കാർഡാണ് നന്ദന. നന്ദന ഹൗസിൽ കയറിയത് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ തകർക്കാനാണ്. ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ തന്നെ ജാസ്മിനോടുള്ള വിയോജിപ്പ് നന്ദന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അവളുടെ കളി എൻ്റെ അടുത്തെടുത്താൽ അവളെ താൻ പുറത്താക്കുമെന്നാണ് നന്ദന മോഹൻലാലുമായി സംസാരിക്കവേ പറഞ്ഞത്. ഇപ്പോഴിതാ ജാസ്മിനുമായി ഏറ്റുമുട്ടുന്ന നന്ദനയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ ടാസ്കായ ബിഗ് ബോസ് Q&A ഹോട്ട് സീറ്റ് മത്സരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ ജാസ്മിനും നന്ദനയും തമ്മിൽ ചെറിയ ഉരസലുണ്ടായി. അതേ തുടർന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ പോയ നന്ദനെ ജാസ്മിൻ തടഞ്ഞു. ഒരു കൈ അകലത്തിൽ നിന്നാൽ മതിയെന്നാണ് നന്ദനയോട് ജാസ്മിൻ പറഞ്ഞത്. അതോടെ ട്രിഗറായ നന്ദന ഗബ്രിയെ മാത്രമേ ജാസ്മിൻ കെട്ടിപ്പിടിക്കൂ എന്ന് ചോദിച്ചതോടെ ഇരുവരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായി. ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കണ്ട എന്നത് എൻ്റെ ഇഷ്ടമാണെന്നാണ് ജാസ്മിൻ അതിനുള്ള മറുപടിയായി പറഞ്ഞത്. എല്ലാവരെയും ഞാൻ ഹഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ എന്ന് ജാസ്മിൻ ചോദിച്ചു. അതെ, അത് ശരിയാണ്, രാത്രിയിൽ അത് മാത്രമേ കാണാനുള്ളൂ എന്നാണ് നന്ദന മറുപടിയായി പറഞ്ഞത്. ജാസ്മിനെ നീയും തച്ചു വെച്ചോളൂ ഒരു ഉടുപ്പെന്നും നന്ദന ജാസ്മിനോട് പറഞ്ഞു. പ്രമോ ഇതിനോടകം വൈറലാണ്. ജാസ്മിനാണ് നന്ദനയുടെ ടാർഗറ്റ് എന്ന് പുതിയ പ്രമോ വന്നതോടെ കൂടുതൽ വ്യക്തമായി. പ്രമോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. നന്ദനെ കുറിച്ച് ഓവറായി തോന്നിയെങ്കിലും ഇത് പൊളിച്ചു. പുലിയാകുമെന്ന് വിചാരിച്ച് സീക്രട്ട് ഏജന്റ് എലിയായി. നന്ദന പൊളിച്ചു. നന്ദന ഒരു ഓവറുമല്ല. ഇത്രനാൾ എല്ലാവരും ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയാൻ മടിച്ച പല കാര്യങ്ങളും ഇനി കേൾക്കാം. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്ന അപ്സര പോലും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇതൊന്നും. ജാസ്മിൻ ഇപ്പോൾ അവൾക്കൊത്ത പോലെ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന നന്ദനയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്. പക്ഷെ കൈവിട്ട് ഓവറാവാതെ കട്ടക്ക് നിൽക്കാൻ നന്ദന ശ്രമിക്കണം. നന്ദന അവിടെ ഒരു കലക്കും. ജാസ്മിന്റെ അഹങ്കാരം ഒതുക്കാൻ പറ്റിയ ഒരാൾ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. വൈൽഡ് കാർഡുകളിൽ ഭൂരിഭാഗം പേരും ജാസ്മിനെ വിമർശിച്ചാണ് ഗെയിം കളിച്ചു തുടങ്ങിയത്. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്നാണ് വന്നു കയറിയ ഉടൻ വൈൽഡ് കാർഡ് അഭിഷേക് ശ്രീകുമാർ ജാസ്മിനോട് ചോദിച്ചത്. വളരെ വേഗത്തിലും ചടുലമായും സംസാരിക്കുന്ന നന്ദന നിലവിൽ അക്കൗണ്ടിംഗ് പഠിക്കുകയാണ്. ഒപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നു.